ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും EasyBay അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും വന്നിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എല്ലാവരും തന്നെ ഈ പറയുന്ന RRBയുടെ ഗ്രൂപ്പ് ഡി എക്സാമിനേഷൻസ് ഒക്കെ എഴുതിയിട്ട് നിൽക്കുന്നവരായിരിക്കും അല്ലേ? ഏറെക്കുറെ പറയുന്ന ഏറ്റവും കൂടുതലൊക്കെ നിയമനങ്ങൾ ലഭിക്കുന്ന ഒരു എന്താണ് പോസ്റ്റ് കൂടിയാണ് ഈ പറയുന്ന RRB ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നിയമനം നൽകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് ഈ പറയുന്ന മിനിസ്ട്രി ഓഫ് റെയിൽവേസ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഒരുപാട് ഉദ്യോഗാർത്ഥി ഇത്തരത്തിൽ എന്താണ് നമ്മുടെ നവംബർ മാസത്തിൽ തുടങ്ങിക്കൊണ്ടാണ് എക്സാമിനേഷൻ ഈ പറയുന്ന 2026 ജനുവരി മാസങ്ങൾ വരെ നീട്ടുന്ന ഒരു എക്സാമിനേഷൻ. അപ്പോൾ അതിന്റെ ഒരു ആൻസർ കീ എന്താണ് റിലീസ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതോടെ ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ റെയിൽവേയുടെ ഭാഗത്തു നിന്നും അവർ ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്ന ഒരു നോട്ടീസാണ് നിങ്ങളെ കാണിക്കുന്നത്. ഓക്കെ, ഇത് പറഞ്ഞാൽ 08/2024 എന്ന് പറയുന്ന ഒരു കാറ്റഗറി നമ്മൾ അടിസ്ഥാനപ്പെടുത്തി വന്നിട്ടുണ്ടായിരുന്ന ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ ആണ് എന്ത് ചെയ്യുന്നത് അവിടെ നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൻസറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആ ഒരു നോട്ടീസാണ് നൽകിയിട്ടുള്ളത്. അവിടെ നോക്കിയേ, the computer-based test for the various posts of the level 1 categories against the CEN number 08/2024 was conducted from the 27/11/2025 to 10/2/2026 in order to enable candidates who appeared in the CBT for you their questions, responses and answer keys. A link has been provided on the website of RRB, which will be active from 7/02/2026 at 17 hours to 23/2/2026 17 hours. അതായത് 08/2024 കാറ്റഗറി നമ്പർ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾ എല്ലാവരും എഴുതിയിട്ടുണ്ടായിരുന്ന ഇപ്പോഴത്തെ ഗ്രൂപ്പ് ഡി, അതായത് 23/11 അല്ലെ 27/11/2025 മുതൽ തുടങ്ങി നമ്മുടെ 2026 10/2/2026 നീണ്ടുന്ന എക്സാമിനേഷന്റെ ആൻസർ കീ ആണ് ഇപ്പം എന്ത് ചെയ്യുന്ന ഔട്ട് ആയിട്ടുള്ളത്. എന്ന് മുതൽ നോക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് മുതൽ, അതായത് 17/2/2026 ഇന്ന് മുതൽ 17 ഹവേഴ്സ്, അതായത് ഈ പറയുന്ന രീതിയിൽ 5 മണിയെ കടിപ്പിച്ച് അല്ലെ ഈ പറയുന്ന 5 മണിയെ കടിപ്പിച്ച് മുതൽ നിങ്ങൾക്ക് ഈ പറയുന്ന രീതി ആൻസർ ഷീറ്റുകൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഉത്തരങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. അതിന്റെ തീയതി എന്ന് പറയുന്നത് അതായത് 17-ാം തീയതി മുതൽ 23-ാം തീയതി വരെയാണ്. 17-ാം തീയതി മുതൽ 23-ാം തീയതി വരെയാണ് എന്ത് ചെയ്യുക നിങ്ങൾക്ക് തീയതിയായിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, ഉടനെ തന്നെ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്ത് നോക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നൽകിയിട്ടുണ്ട് ഈ പറഞ്ഞ രീതിയിൽ ക്വസ്റ്റ്യൻസ് റെസ്പോൺസ് മറ്റു കാര്യങ്ങളൊക്കെ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റേസ് ചെയ്യാൻ പറ്റുന്നത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഇപ്പോൾ ഒബ്ജക്ഷൻ ഫോം ഒക്കെ അവിടെ ലഭ്യമാണ്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് പറയുന്ന എന്തെങ്കിലും ഒബ്ജക്ഷൻ ഫോം ഒക്കെ നൽകാനുള്ള തീയതികളാണ് നൽകിയിട്ടുള്ളത്. 17/2/2026 മുതലാണ് 23/2/2026 സമയമുണ്ട്. ഓക്കെ, 23-ന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ എന്ത് ഒബ്ജക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സമർപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. 50 രൂപയാണ്. ഓക്കെ, 50 രൂപയാണ് എന്ത് ചെയ്യുന്നത് അവർ പ്രധാനമായിട്ടും ചാർജ് ചെയ്യുന്ന പൈസ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എങ്ങനെ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ RRBയുടെ വെബ്സൈറ്റ് ഉണ്ടല്ലോ, RRB.gov.in എന്ന് പറയുന്ന നമ്മുടെ റെയിൽവേസ് ഒക്കെ നമ്മൾ ഈ പറയുന്ന അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്ന വെബ്സൈറ്റ് ഉണ്ടല്ലോ, ആ വെബ്സൈറ്റിനകത്ത് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ആധാറൊക്കെ മതി ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ലോഗിൻ ചെയ്തതിനു ശേഷം നിങ്ങൾ അക്കൗണ്ട് കയറി എന്താണ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ അക്കൗണ്ടിൽ കാണാൻ വേണ്ടി സാധിക്കും ആൻസർ കീ എന്നുള്ളത്. 5 മണി മുതലാണ് എന്ത് ചെയ്യുന്നത് ഔട്ട് ആവുന്നത്. നിങ്ങൾ നോക്കിയ ശേഷം ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ പറഞ്ഞ തെറ്റുത്തരങ്ങൾ ശരി ഉത്തരങ്ങൾ ഏതെല്ലാം നോക്കാൻ ശേഷം നിങ്ങൾ മാർക്കുകൾ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒബ്ജക്ഷൻ തീർച്ചയായിട്ടും റേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഉടനെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഒരിക്കലും മാറ്റി വെക്കരുത്. നിങ്ങൾ 23-ാം തീയതി വരെ തീയതിയുള്ളൂ. ഓക്കെ, ഉടനെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ ഒരു ഗ്രൂപ്പ് ഡി എനിക്ക് വളരെ ഫലപ്രദമായിട്ട് എഴുതാൻ സാധിച്ചില്ല അല്ലെ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ പറയുന്ന മാർക്സ് ഒന്നും അത്ര വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പുതിയ അടുത്ത ഗ്രൂപ്പ് ഡി ഇതാ വന്നിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് നെക്സ്റ്റ് ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ട് നമ്മുടെ 2026 വിളിച്ചിട്ടുള്ള നമ്മുടെ ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മൾ RRB ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി നമ്മൾ പുതിയൊരു ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബാച്ചിന് പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന കംപ്ലീറ്റ് സിലബസ് കവറേജും അതേപോലെ തന്നെ PYQ ബേസ്ഡ് ട്രെയിനിങ്സും അതേപോലെ വീക്ക്ലി പ്രാക്ടീസ് സെക്ഷൻ സെക്കൻഡിന്റെ ഭാഗമായിട്ട് ലഭ്യമാകുന്നതാണ്. ഈ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഫോക്കസ്ഡ് ഷോർട്ട് കട്ട്സും ട്രിക്സും എല്ലാം എന്ത് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ലഭ്യമാകുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ബാച്ച് ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വളരെ ബേസ് മുതൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചു തുടങ്ങാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ പഠിച്ചു തുടങ്ങിയിട്ടുള്ളവരാണ് നിങ്ങൾ. അപ്പോൾ ഈ ഒരു ഫോമിൽ തന്നെ എന്ത് ചെയ്യുക, പഠിച്ച് മുന്നോട്ടേക്ക് വരിക എന്നുള്ളതാണ് നിങ്ങളെ കൊണ്ട് പറ്റും. ഓക്കെ, ഒരു കാര്യം പ്രധാനമായിട്ട് ഓർത്തിരിക്കുക, 17-ാം തീയതി 5 മണി മുതലൊക്കെയാണ് എന്ത് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഉടനെ തന്നെ ലോഗിൻ ചെയ്തുകൊണ്ട് ഉത്തരങ്ങളൊക്കെ എന്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് എങ്ങനെയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്കുകൾ അത് എത്രയാണെന്നുള്ളത് കണക്കൂട്ടിയ ശേഷം താഴെ കമന്റ് ബോക്സിലും അറിയിക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.